വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതാ എൻ്റെ കൈയിൻ്റെ ഇത്രയുണ്ട്. വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 150 ഗ്രാമാണ് ഉണ്ടാവുക. ഇത് തൊലി കളഞ്ഞിട്ട് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ മീഡിയം ജാറിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഇത് അരയ്ക്കാനായിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പുഡിങ് ഒരു 5 പേർക്കൊക്കെ കഴിക്കാനുള്ളതാണ് ഉണ്ടാവുക. ചെറിയ പോർഷൻസിൽ മതിയെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ പേർക്ക് കഴിക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ്ചർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പാൽ കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മൾ മൊത്തം 2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്, അതായത് 1/2 ലിറ്റർ. ഇനി നമുക്കിതിലേക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 6 ഗ്രാം ചൈനാഗ്രാസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലത്തെ നൂല് പോലുള്ള ചൈനാഗ്രാസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത്, തീ കൂട്ടി വെക്കരുത്. കാരണം ഇത് ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ളതാണല്ലോ. പിന്നെ ഈ ഒരു മിക്സ്ചർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ മതി, കാരണം ക്യാരറ്റ് നമ്മൾ അരച്ചിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്യാരറ്റ് വേവുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ചൈനാഗ്രാസ് മെൽറ്റ് ആയിക്കോളും. ആ ഒരു സമയം വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൈനാഗ്രാസ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിനു ശേഷം ഞാനിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സർ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. വലിയ കണ്ണിയുള്ള അരിപ്പയിലൂടെയാണ് ഞാനിപ്പോൾ അത് അരിക്കുന്നത്. ഏതെങ്കിലും ക്യാരറ്റിൻ്റെ പീസ് അറിയാത്തതുണ്ടെങ്കിൽ, അതുപോലെ ചൈനാഗ്രാസ് മെൽറ്റ് ആവാത്തതുണ്ടെങ്കിലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിക്സ്ചറായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് സിംഗിൾ സെർവിങ്ങിലാണ് ഇത് സെറ്റാക്കാനായിട്ട് പോകുന്നത്. അതായത് ഞാനിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് പേപ്പർ കപ്പുകളിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേയിൽ മൊത്തത്തിൽ ഒഴിച്ചിട്ട് സാധാരണ പുഡിങ് സെറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. അതല്ല, ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിമോൾഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. പേപ്പർ കപ്പ് തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് കപ്പിൽ യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ചൂട് ഒഴിക്കാൻ പറ്റുന്ന കപ്പുകളായിരിക്കണം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ബാക്കിയുള്ള മിക്സ്ചർ ഞാൻ വേറൊരു ബൗളിൽ ഒഴിച്ചിട്ട് സെറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ഇത് സെറ്റ് ആവാനായിട്ട് എടുക്കുന്ന സമയം. സെറ്റായി കഴിഞ്ഞാൽ ഇത് മുകളിൽ കുറച്ച് ഹാർഡ് പോലെ കാണും. തൊട്ട് കഴിഞ്ഞാൽ കയ്യിലൊന്നും ആവില്ല. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ഇതിപ്പോൾ പേപ്പർ കപ്പ് ആയതുകൊണ്ട് തന്നെ ഈസിയാണ് ഡിമോൾഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് കീറിയിട്ട് എടുക്കാനായിട്ട് പറ്റും. നല്ല നീറ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കണം. ഇത് ഒരുപാട് ഹാർഡൊന്നുമല്ല, നല്ല ക്രീമി ടെക്സ്ചർ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാരണം നമ്മളിതിൽ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു ക്രീമിനെസ്സും റിച്ച്നെസ്സും ഇതിനുണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.